കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ പാറപ്പുറം വളവിൽ ഇന്ന് പുലർച്ചെയുണ്ടായത് 2 അപകടങ്ങൾ. 4 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ലെന്ന് പ്രാഥമിക വിവരം. ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് നിഗമനം. ഉടനെ അപകട വിവരം അറിയിച്ചിട്ടും സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്തിയത് രാവിലെ 11 മണിക്കെന്ന് നാട്ടുകാർ. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ടാണ് ആദ്യ അപകടമുണ്ടായത്. സമയം 1 മണി. നിയന്ത്രണം വിട്ട വാഹനം റോഡിൽ നിന്നും മാറി വീടിനോട് ചേർന്നുള്ള പ്ലാവ് മരത്തിലിടിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ മരം പൊട്ടി വീണു. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഡ്രൈവർക്ക് കാര്യമായ പരിക്കില്ല. ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് പരിക്കേറ്റിരുന്നു. ഇദ്ദേഹത്തെ ഉടൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണാർക്കാട് സ്വദേശികളാണെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്ലാവ് മരമില്ലായിരുന്നെങ്കിൽ തങ്ങളുടെ വീട്ടിലേക്ക് വാഹനം ഇടിച്ചു കയറിയിരുന്നെന്ന് അബ്ദുൾ അസീസ് കണ്ണംതൊടി പറഞ്ഞു. വാഹനം വീടിന് മുറ്റം വരെ എത്തിയിരുന്നു. ഈ അപകടം തന്നെ ഉണ്ടായപ്പോൾ ഈ മരവും ഈ പോസ്റ്റും ഉണ്ടാകുകൊണ്ടാണ് കാറ് ഇവിടെ നിന്നത്. അതല്ലെങ്കിൽ പെരയുടെ ഉള്ളിലായിരിക്കും കാറ് വന്ന് നിൽക്കുക. വീട്ടിൽ ഞാനും എൻ്റെ മക്കളും ഉണ്ടായിരുന്നു, ഭാര്യയും. ഞങ്ങൾ കടന്നുറങ്ങുന്ന റൂമിൻ്റെ നേരെ മുന്നിലാണ് കാറ് വന്ന് നിൽക്കുന്നത്. ഒരു ലേശം കൂടി അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ വീടിൻ്റെ ഉള്ളിൽ പോയി. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന മഹീന്ദ്ര ജീറ്റോ വാഹനത്തിലേക്ക് എതിരെ വന്ന ബ്രസ കാറിൻ്റെ നിയന്ത്രണം നഷ്ടമായി ഇടിച്ചു കയറുകയായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. പുലർച്ചെ 3 മണിക്കാണ് ഈ അപകടം നടന്നത്. കാറിലുണ്ടായിരുന്ന 4 പേർക്കും പരിക്കേറ്റിരുന്നതായി സംഭവസ്ഥലത്തെത്തിയ നാട്ടുകാർ പറഞ്ഞു. ഇവർ പെരിന്തൽമണ്ണയിലെ റെസ്റ്റോറൻറ്റ് ജീവനക്കാരാണ്. ഇവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ജീറ്റോ വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിൻഭാഗത്ത് ഇടിയേറ്റതിനാൽ ആൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ ഇടിച്ച ഭാഗത്ത് ജീറ്റോ 2 പിളർന്നു. അപകട വിവരം ഉടൻ നാട്ടുകാർ പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. പിന്നീട് പോലീസ് എത്തിയത് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ 5 വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. 10ഓളം പേർക്ക് പരിക്കേറ്റു. വളവിൽ മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാത്തത് ഡ്രൈവർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് പ്രദേശവാസിയായ അൻസാർ കാഞ്ഞിരത്തിൽ പറഞ്ഞു. ഇത് ഏകദേശം ഈ വണ്ടി ഇടിച്ചത് ഒരു 1 മണി സമയത്താണ്. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം വേറെ 2 വണ്ടിയും കൂടി കൂട്ടിയിടിച്ചതാണ് ആ 2 വണ്ടികൾ കിടക്കുന്നത്. ജീറ്റോ വാഹനവും ഈ ബ്രീസ വാഹനവും. സംഭവ സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടാവില്ല. അടി സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ഓടിക്കൂടിയതാണ്. ഇതിലുണ്ടാകുന്ന ആൾക്ക് ചെറിയ പരിക്കുകളുണ്ട്. അപ്പോൾ വന്ന വണ്ടിയിൽ കയറ്റി വിടുകയും ചെയ്തിരിക്കുന്നു. അതിൽ അതേമാതിരി തന്നെ ആ കാറിലുണ്ടാകുന്ന 3 പേരുണ്ടായിരുന്നു. കാറിൽ 3 പേരെയും ആസ്പത്രിയിൽ ആക്കിയിരിക്കുന്നു. മറ്റേലുണ്ടാകുന്നവർ കഴിച്ചിലയക്കാണ്. 2 ആൾ വലിയ കുഴപ്പമില്ലാതെ കഴിച്ചിലയക്കുന്നു. വളവിൽ മുന്നറിയിപ്പ് ബോർഡും ഒപ്പം അപകട മേഖലാ സൂചനാ സംവിധാനവും അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.